എവ്രിവൺ, ഇന്ന് നമുക്ക് ഒരു ജാവ പ്രോഗ്രാം ഉപയോഗിച്ച് ഒരു നമ്പറിലെ ഡിജിറ്റുകളെ അസെൻഡിങ് ഓർഡറിൽ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ഉദാഹരണത്തിന് n is equal to 4971. ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ. ഇതിലെ ഡിജിറ്റുകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അസെൻഡിങ് ഓർഡറിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യണം. നമുക്കറിയാം ഏതൊരു നമ്പർ എടുത്താലും അതിൽ 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകൾ മാത്രമേ ഉണ്ടാവൂ. കാരണം എത്ര വലിയ ക്വാണ്ടിറ്റി ആണെങ്കിലും ന്യൂമറിക്കൽ ക്വാണ്ടിറ്റീസ് റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. അതിനകത്ത് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകളേ ഉള്ളൂ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൽ ഏറ്റവും ചെറിയ ഡിജിറ്റ് ആയിട്ടുള്ള 0 എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് ആദ്യം നോക്കണം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ ഡിജിറ്റ് 0യും ഏറ്റവും വലിയ ഡിജിറ്റ് 9ഉമാണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന നമ്പറിൽ ആദ്യമായിട്ട് 0 എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓരോ ഡിജിറ്റുകളായിട്ട് എടുത്തു നോക്കുക. ലാസ്റ്റത്തെ ഡിജിറ്റ് എടുത്തു, അത് 0 ആണോ അല്ല. അടുത്ത ഡിജിറ്റ് എടുത്തു, 0 ആണോ അല്ല. അടുത്ത ഡിജിറ്റ് എടുത്തു, 0 ആണോ അല്ല. അടുത്ത ഡിജിറ്റ് എടുത്തു, 0 ആണോ അല്ല. അപ്പൊ ഈ നമ്പറിൽ 0 ഇല്ല. ഇനി അടുത്തതായിട്ട് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ നെക്സ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള 1, ഈ നമ്പറിൽ എവിടെയെങ്കിലും 1 വരുന്നുണ്ടോ എന്ന് നോക്കണം. ലാസ്റ്റ് ഡിജിറ്റ് എടുത്തു, 1 ആണോ? അതെ. 1 കണ്ടാൽ ഉടനെ തന്നെ അത് റെക്കോർഡ് ചെയ്യുക, 1. ഇനി അടുത്ത ഡിജിറ്റ് എടുത്തു, 1 ആണോ? അല്ല. അടുത്ത ഡിജിറ്റ് എടുത്തു, 1 ആണോ? അല്ല. ഫസ്റ്റ് ഡിജിറ്റ് എടുത്തു, 1 ആണോ? അല്ല. 1 ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഈ നമ്പറിൽ വന്നിട്ടുള്ളൂ, അത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഈ നമ്പറിൽ 2 ഉണ്ടോ എന്ന് നോക്കണം. ഓരോ ഡിജിറ്റ് ആയിട്ട് എടുത്തിട്ട് 2 ആണോ എന്ന് നോക്കണം. ഈ നമ്പറിൽ എവിടെയും 2 കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. അടുത്തതായിട്ട് 3, ഈ നമ്പറിൽ ഓരോ ഡിജിറ്റും എടുത്തിട്ട് 3 ആണോ എന്ന് ചെക്ക് ചെയ്യണം. 3 ഇല്ല. നെക്സ്റ്റ് 4, ഈ നമ്പറിൽ എവിടെയെങ്കിലും 4 വരുന്നുണ്ടോ എന്ന് നോക്കണം. ലാസ്റ്റത്തെ ഡിജിറ്റ് എടുത്ത് നോക്കി, ഇത് 4 ആണോ? അല്ല. സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് എടുത്തു, 4 ആണോ? അല്ല. ലാസ്റ്റിൽ നിന്ന് തേർഡ് ഡിജിറ്റ് എടുത്തു, 4 ആണോ? അല്ല. ഫസ്റ്റ് ഡിജിറ്റ് എടുത്തു. അപ്പൊ നമ്മളൊരു ഒക്കറൻസ് ഓഫ് 4 ഇവിടെ കണ്ടു. അപ്പൊ ആ 4 ഇവിടെ എഴുതി. അടുത്തതായിട്ട് ഈ നമ്പറിൽ 5 എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം. ഓരോ ഡിജിറ്റുകളായിട്ട് എടുത്തിട്ട് 5 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു, 5 വരുന്നില്ല. ഇനി 6 വരുന്നുണ്ടോ? ഇല്ല. 7 വരുന്നുണ്ടോ എന്ന് നോക്കാം. ലാസ്റ്റത്തെ ഡിജിറ്റ് എടുത്തു, ഇത് 7 ആണോ എന്ന് നോക്കി, അല്ല. സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്. 7 കണ്ടാൽ ഉടനെ തന്നെ അത് എഴുതുക. തേർഡ് ഡിജിറ്റ് ഫ്രം ദ ലാസ്റ്റ് ഇസ് നോട്ട് 7. ഫസ്റ്റ് ഡിജിറ്റ് എടുത്തു, അത് 7 ആണോ? അല്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ നമ്പറിൽ 8 ഉണ്ടോ എന്ന് നോക്കണം. ഓരോ ഡിജിറ്റുകളായിട്ട് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ 8 കാണുന്നില്ല. അപ്പൊ നമുക്കിവിടെ ഒന്നും എഴുതാനില്ല. ലാസ്റ്റത്തെ ഡിജിറ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള 9 ഇതിനകത്ത് എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം. ലാസ്റ്റ് ഡിജിറ്റ് എടുത്ത് ഇത് 9 ആണോ? അല്ല. നെക്സ്റ്റ് ഡിജിറ്റ് എടുത്ത് നോക്കി, 9 ആണോ? അല്ല. തേർഡ് ഡിജിറ്റ് ഫ്രം ദ ലാസ്റ്റ് വെൻ വി ടേക്ക് ഇറ്റ് ഇസ് 9. സോ 9 ഒരു പ്രാവശ്യം വന്നു, 9 എഴുതി. ഫസ്റ്റ് ഡിജിറ്റ് എടുത്ത് നോക്കി, ഇത് 9 ആണോ? അല്ല. ഇനി ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ ഓരോ ഡിജിറ്റുകളായിട്ട് ഈ നമ്പറിൽ വരുന്നുണ്ടോ എന്ന് നോക്കി നമ്മൾ എപ്പോഴൊക്കെ ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ ഡിജിറ്റിന്റെ ഒക്കറൻസ് ഇതിൽ കണ്ടോ അപ്പോഴൊക്കെ നമ്മൾ അത് റെക്കോർഡ് ചെയ്തു. ഇപ്പോൾ നോക്കൂ, ഈ നമ്പറിലെ ഓരോ ഡിജിറ്റുകളെയും എടുത്തിട്ട് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞു. ഇനി ഇത് ജാവ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? കമ്പ്യൂട്ടറിൽ നമ്പറിലെ ഡിജിറ്റുകളെ എക്സ്ട്രാക്ട് ചെയ്ത് സോർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം നമുക്ക് എങ്ങനെ എഴുതാം, കമാൻഡ്സ് എങ്ങനെ കൊടുക്കാം എന്ന് അടുത്തതായിട്ട് നോക്കാം. നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് നമ്പർ യൂസറിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യണം. നമ്പർ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം java.util പാക്കേജിലെ സ്കാനർ ക്ലാസ് ഉപയോഗിക്കണമെന്ന്. അപ്പൊ ആദ്യമായിട്ട് ഇമ്പോർട്ട് java.util.star അല്ലെങ്കിൽ ഇമ്പോർട്ട് java.util.scanner എന്ന് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ക്ലാസ് ഓപ്പൺ ചെയ്തിരിക്കുന്നു, പബ്ലിക് ക്ലാസ് അറേഞ്ച് ഡിജിറ്റ്സ്. ക്ലാസിന്റെ ബോഡി ഓപ്പൺ ചെയ്തിരിക്കുന്നു, ബ്ലോക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നു. ക്ലാസ്സിനകത്ത് നമ്മൾ മെത്തേഡിനകത്തായിട്ടാണ് എക്സിക്യൂട്ടബിൾ കമാൻഡ്സ് എഴുതുന്നത്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ്. മെത്തേഡിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം, അല്ലെങ്കിൽ മെയിൻ എന്നും കൊടുക്കാം. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് അറേഞ്ച് എന്നാണ്. നമ്മൾ ഡിജിറ്റുകൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണല്ലോ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് മീനിങ് ആയിട്ടുള്ള ഒരു നെയിം മെത്തേഡിന് കൊടുത്തു, അറേഞ്ച്. ഇനി നമുക്ക് യൂസറുടെ കയ്യിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന നമ്പർ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു വേരിയബിൾ n, ഇന്റീജർ ടൈപ്പ്. ഇതൊരു ഇന്റീജർ നമ്പർ ആണ്. ഇന്റീജർ ടൈപ്പ് ഒരു വേരിയബിൾ n.
ഇതേ നമ്പർ തന്നെ ഇതിലത്തെ ഡിജിറ്റുകൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ നമ്പർ n0 ആയി പോകും. നമ്മൾ വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്പറിലെ ഡിജിറ്റുകൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ n0 ആയി പോകുന്നത് കൊണ്ട് ഓരോ ഡിജിറ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ നമ്പർ സിസ്റ്റത്തിലെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ 0 ഉണ്ടോ 1 ഉണ്ടോ 2 ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇതിലെ ഡിജിറ്റുകൾ എക്സ്ട്രാക്ട് ചെയ്യണം, 0 ഉണ്ടോ എന്ന് നോക്കാനും 1 ഉണ്ടോ എന്ന് നോക്കാനൊക്കെ. അപ്പോൾ ഓരോ പ്രാവശ്യം വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ n0 ആയി പോകും. അതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് എന്നിലത്തെ വാല്യൂവിനെ തന്നെ വേറൊരു നമ്പറിലേക്കും വേറൊരു വേരിയബിളിലേക്കും കൂടെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നം എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഡിജിറ്റുകൾ എക്സ്ട്രാക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാനാണ് ഡി. നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ ഓരോ ഡിജിറ്റുകൾ എടുത്തിട്ട് ഈ നമ്പറിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ആദ്യമായിട്ട് 0 എടുത്തിട്ട് 0 ഈ നമ്പറിൽ ഏതെങ്കിലും ഡിജിറ്റ് 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. വീണ്ടും 1 എടുത്തിട്ട് ഈ നമ്പറിൽ 1 എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ ഒരു നെസ്റ്റഡ് ലൂപ്പ് ആവശ്യമാണ്. അപ്പൊ ലൂപ്പിംഗ് സ്ട്രക്ചറിൽ ലൂപ്പിനെ കൺട്രോൾ ചെയ്യാനുള്ള ഇൻഡെക്സ് വേരിയബിൾ ആയിട്ട് ഐ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതായത് ഈ 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകൾ എടുത്തിട്ട് ഇതിൽ എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നെസ്റ്റഡ് ലൂപ്പിൽ ഔട്ടർ ലൂപ്പായിട്ട് ഫോർ ലൂപ്പ് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഔട്ടർ ലൂപ്പിന്റെ ഇൻഡെക്സ് വേരിയബിൾ ആണ് ഐ. അടുത്തതായിട്ട് സ്കാനർ ക്ലാസ് ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. സ്കാനർ ക്ലാസ് ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം യൂസറിന് ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. system.out.println enter a number. നമ്പർ ആക്സെപ്റ്റ് ചെയ്ത് n എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൽ 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകൾ ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ ഔട്ടർ ഫോർ ലൂപ്പ് ഇൻഡെക്സ് വേരിയബിൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതായത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ ആദ്യത്തെ ഡിജിറ്റ് ആയിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള 0 നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൽ ഉണ്ടോ എന്ന് നോക്കാനാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന നമ്പർ വേറൊരു വേരിയബിൾ വൺ മോർ വേരിയബിൾ നം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നു. സോ നൗ നം ഈസ് ഈക്വൽ ടു 4971. Okay. Now we are going to extract the digits of num. So, while num greater than 0, ഈ തന്നിരിക്കുന്ന നമ്പറിലെ ഡിജിറ്റുകൾ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് വൈൽ ലൂപ്പ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നർ ലൂപ്പ് വൈൽ ലൂപ്പ് ആണ്. While let us substitute the value of num here and check how this while loop will get executed. While num greater than 0, 4971 greater than 0. The condition is evaluated to true. So control enters into the loop's body to execute the statements given inside the body. Digit equal to num modulus 10. തന്നിരിക്കുന്ന നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ റിമൈൻഡർ ഓഫ് ദ ഡിവിഷൻ ആണ് മോഡുലസ് ഓപ്പറേറ്റർ തരിക. 4971 മോഡുലസ് 10. 4971നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഓഫ് ദ ഡിവിഷൻ ആണ് മോഡുലസ് ഓപ്പറേറ്റർ നമുക്ക് തരാം. അപ്പൊ അത് 1 ആണ്. എക്സ്ട്രാക്ട് ചെയ്ത് ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു. ലാസ്റ്റ് ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്തത് ഡിയിൽ 1 ആണ്. ഇനി നമ്മൾ ഡിയിലുള്ള വാല്യൂ ഐയുടെ വാല്യൂ ആയിട്ടുള്ള ഐയുടെ ഫസ്റ്റ് വാല്യൂ നമ്മൾ എടുത്തിരിക്കുന്നത് 0 ആണ്. 0 ആണോ എന്ന് നോക്കുന്നു. ഡി ഈസ് ഈക്വൽ ടു 0. ഡി ഈസ് ഈക്വൽ ടു 0 അല്ല. ആണെങ്കിൽ നമ്മൾ ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന ഡിജിറ്റ് 0 ആണെങ്കിൽ 0 പ്രിന്റ് ചെയ്യും. ഇപ്പൊ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന ഡിജിറ്റ് 1 ആണ്, 0 അല്ല. ഓക്കെ, സോ പ്രിന്റിംഗ് വിൽ നോട്ട് ടേക്ക് പ്ലേസ്. ഇനി അടുത്ത ഡിജിറ്റ് എടുത്ത് നോക്കണം. ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ലാസ്റ്റത്തെ ഡിജിറ്റ് നമുക്ക് നമ്പറിൽ നിന്ന് റിമൂവ് ചെയ്യണം. നമ്പറിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ കോഷ്യന്റ് എടുത്താൽ മതി. അപ്പോൾ 4971 ഡിവൈഡഡ് ബൈ 10. നം ഈസ് ഈക്വൽ ടു 497. ദാറ്റ് ഈസ് എ ന്യൂ വാല്യൂ. നമുക്ക് ക്ലോസിംഗ് ഓഫ് ദ വൈൽ ലൂപ്പ് കാണാം. വൈൽ ലൂപ്പിന്റെ ബോഡി ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ കൺട്രോൾ വീണ്ടും തിരിച്ച് ഹെഡർ ലൈൻ ഓഫ് ദ വൈൽ ലൂപ്പിലേക്ക് പോകും. ഇപ്പൊ നമ്മിന്റെ പുതിയ വാല്യൂ 497 ആണ്. 497 ഇവിടെ
നമ്മില് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന 497. 497 ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് നോക്കി. അതെ, ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണ്. ഇത് വാല്യൂറ്റ് ചെയ്തിരിക്കുന്നത് ട്രൂ ആണ്. കൺട്രോൾ വീണ്ടും ലൂപ്പിന്റെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്തു. ഡിജിറ്റ് ഈക്വൽ ടു നം മോഡുലസ് 10. 497 മോഡുലസ് 10. റിമൈൻഡർ ഓഫ് ദ ഡിവിഷൻ 7 ആണ് കിട്ടുക. 497നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 7 ആണ്. 7 ഡിജിറ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഇനി 7 ഈസ് ഈക്വൽ ടു 0. 7 0 ആണോ എന്ന് നോക്കി. ഐയുടെ വാല്യൂ 0 ആണ്. ഔട്ടർ ലൂപ്പിന്റെ ആദ്യത്തെ ഐട്രേഷനിൽ ഐ 0 ആയിരിക്കുമ്പോൾ നമ്മൾ ഈ നമ്പറിൽ എവിടെയെങ്കിലും 0 ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഇപ്പൊ ഡിയിലുള്ള വാല്യൂ 7 ആണ്, 0 അല്ല. അതുകൊണ്ട് അത് പ്രിന്റ് ചെയ്യുന്നില്ല. വീണ്ടും 7 നമുക്ക് നമ്പറിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഇപ്പൊ 497 ഡിവൈഡഡ് ബൈ 10. നം ഈസ് ഈക്വൽ ടു നം ഡിവൈഡഡ് ബൈ 10. 497 ഡിവൈഡഡ് ബൈ 10. കോഷ്യന്റ് ഓഫ് ദ ഡിവിഷൻ 49 ആണ്. നമ്മിന്റെ പുതിയ വാല്യൂ 49 ആണ്. ക്ലോസിംഗ് ഓഫ് ദ വൈൽ ലൂപ്പ് എത്തി. വീണ്ടും തിരിച്ച് വൈൽ ലൂപ്പിന്റെ ഹെഡർ ലൈനിലേക്ക് പോയി. ന്യൂ വാല്യൂ ഓഫ് നം ഇസ് 49. സോ കണ്ടീഷൻ ഇസ് ഇവാലുവേറ്റഡ്. 49 ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് നോക്കി. അതെ, കൺട്രോൾ വീണ്ടും ലൂപ്പിന്റെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്തു. ഡിജിറ്റ് ഈക്വൽ ടു 49 മോഡുലസ് 10. 49നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ ഓഫ് ദ ഡിവിഷൻ 9 ആണ്. 9 ഡിജിറ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഇനി ഈ 9 ഐയിലത്തെ വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്തു. 9 ഈക്വൽ ടു 0 അല്ല. അപ്പൊ നമ്മൾ അത് പ്രിന്റ് ചെയ്യുന്നില്ല. വീണ്ടും 9 നമ്പറിൽ നിന്ന് റിമൂവ് ചെയ്യണം. 49 divided by 10. Quotient of the division is 4. Control goes back to the beginning of the header line. So 49, 4 greater than 0. Condition is evaluated to true. So again control enters into the loop's body. D equal to 4 modulus 10. 4 modulus 10. 4നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഓഫ് ദ ഡിവിഷൻ 4 തന്നെയാണ്. 4 തന്നെയാണ് ഡിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡിയിലെ വാല്യൂ ഇപ്പൊ 4 ആണ്. 4 ഈസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് 5. 0 അല്ല. അപ്പൊ അതുകൊണ്ട് 4 പ്രിന്റ് ചെയ്യുന്നില്ല. വീണ്ടും നം ഈക്വൽ ടു നം ബൈ 10. 4 ഡിവൈഡഡ് ബൈ 10. നം ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 10. 4നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന കോഷ്യന്റ് 0 ആണ്. അപ്പൊ നമ്മിന്റെ വാല്യൂ 0 ആയിപ്പോയി. വീണ്ടും ക്ലോസിംഗ് ഓഫ് ദ വൈൽ ലൂപ്പിന്റെ ബോഡി എൻകൗണ്ടർ ചെയ്തപ്പോൾ വീണ്ടും കൺട്രോൾ is transferred back to the beginning of the while loop's header line. Okay, so new value of num is 0. So condition is evaluated. 0 is greater than 0. False. Condition is evaluated to false. So control goes out of the while loop as num became 0. അപ്പോൾ ഈ while loop ഒരു പ്രാവശ്യം ഇതിന്റെ എല്ലാ ഇറ്ററേഷൻസും കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്പറിലത്തെ 1 എടുത്ത് 0 ആണോ നോക്കി, അല്ല. 7 എടുത്തിട്ട് 0 ആണോ നോക്കി, അല്ല. 9 എടുത്തിട്ട് 0 ആണോ നോക്കി, അല്ല. 4 എടുത്തിട്ട് 0 ആണോ നോക്കി. അപ്പോൾ ഐയുടെ വാല്യൂ 0 ആയപ്പോൾ വൈൽ ലൂപ്പ് 4 ടൈംസ് എക്സിക്യൂട്ട് ചെയ്തു. ഓരോ ഡിജിറ്റുകളും എക്സ്ട്രാക്ട് ചെയ്തു. 4 ടൈംസ് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ 0 നമ്മൾ കണ്ടില്ല, അതുകൊണ്ട് പ്രിന്റ് ചെയ്തിട്ടില്ല. ഇനി എന്ത് ചെയ്യണം? ഈ നമ്പറിൽ 1 ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഇവിടെ ക്ലോസിംഗ് ഓഫ് ദ ഫോർ ലൂപ്പ് ആണ് കാണുന്നത്. ക്ലോസിംഗ് ഓഫ് ദ ഫോർ ലൂപ്പ് കണ്ടാൽ കൺട്രോൾ വീണ്ടും ബിഗിനിങ് ഓഫ് ദ ഫോർ ലൂപ്പിലേക്ക് പോകും, ഹെഡർ ലൈനിലേക്ക് പോകും, അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. പ്ലസ് പ്ലസ് ഐയുടെ വാല്യൂ ഒന്ന് കൂട്ടി. ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആയി. ഐയുടെ വാല്യൂ 1 ആയിരിക്കുമ്പോൾ വീണ്ടും നം 0 ആയി മാറിയിട്ടുണ്ടായിരുന്നു. ഇതിലത്തെ ഓരോ ഡിജിറ്റുകളും എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വൈൽ ലൂപ്പിന്റെ ലാസ്റ്റ് ഐറ്ററേഷനിൽ നം 0 ആയി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കൺട്രോൾ പുറത്തേക്ക് പോയത്, അല്ലെ? അപ്പൊ നമ്മൾ വീണ്ടും എന്നിലത്തെ വാല്യൂ വീണ്ടും നമ്മിലേക്ക് സ്റ്റോർ ചെയ്തു. വീണ്ടും നമ്മിലത്തെ വാല്യൂ 4971 ആയി. വൈൽ ലൂപ്പ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 4971ലെ ഓരോ ഡിജിറ്റും എടുത്തിട്ട് 1 ആണോ നോക്കും. ഇതില് ലാസ്റ്റ് ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 ആണ്. 4971 greater than 0. Test expression is evaluated to true. So control enters into the loop's body to execute its statements. Digit is equal to 4971 modulus 10.
4971 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള റിമൈൻഡർ ഓഫ് ദ ഡിവിഷൻ 1 ആണ്. അപ്പൊ ഡിയിൽ നൗ 1 ആണ്. ഐയുടെ ന്യൂ വാല്യൂ എത്രയാണ്? 1 ആണ്. 1 is equal to 1. യെസ്, എക്സ്ട്രാക്റ്റഡ് ഡിജിറ്റും ഐയുടെ വാല്യൂം ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ നമ്പറിൽ 1 ഒരു പ്രാവശ്യം കണ്ടു. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ഐ, പ്രിന്റ് ദ വാല്യൂ ഓഫ് ഐ, അല്ലെങ്കിൽ പ്രിന്റ് ദ വാല്യൂ ഓഫ് ഡി. ഇവിടെ ഐയോ ഡിയോ പ്രിന്റ് ചെയ്യാം. നമ്മൾ 1 പ്രിന്റ് ചെയ്തു, കോമയും പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ നമ്പറിൽ നിന്ന് 1 റിമൂവ് ചെയ്യണം. നം ഈക്വൽ ടു നം ഡിവൈഡഡ് ബൈ 10. അപ്പോൾ 4971 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ 1 റിമൂവ് ചെയ്തിട്ട് 497 ആയി നമ്പർ. വീണ്ടും വൈൽ ലൂപ്പിന്റെ അടുത്ത ഐട്രേഷന് പോണു. 497 ഗ്രേറ്റർ ദാൻ 0, ട്രൂ. 497 മോഡുലസ് 10, 7. ഇപ്പൊ ഡിയിൽ 7 ആണ്. 7 ഈക്വൽ ടു 1 അല്ല. അപ്പൊ 7 1 അല്ല, അതുകൊണ്ട് നമ്മൾ പ്രിന്റ് ചെയ്യുന്നില്ല. അതിന്റെ വാല്യൂ അല്ല. 7 നോട്ട് ഈക്വൽ ടു 1, അപ്പൊ അത് പ്രിന്റ് ചെയ്യില്ല. നം ഈസ് ഈക്വൽ ടു നം ബൈ 10 വിൽ റിമൂവ് 7 ഫ്രം ദ 479 ഡിവൈഡഡ് ബൈ 10 will remove 7 from the number. Goes for the next iteration. While loop goes for the next iteration with the new value of num. Num ന്റെ പുതിയ വാല്യൂ 49 ആണ്. 49 is greater than 0. Condition is evaluated to true. So control enters into the loop's body. Digit equal to 49 modulus 10. 49 modulus 10 നമുക്ക് 9 തരും ഡിജിറ്റ്. റിമൈൻഡർ ഓഫ് ദ ഡിവിഷൻ 9 ആണ്. അപ്പോൾ ഡിയിലുള്ള വാല്യൂ 9 ആണ്. 9 is equal to the value of 5. 1. No, അല്ല. അപ്പൊ അതുകൊണ്ട് 9 പ്രിന്റ് ചെയ്യുന്നില്ല. നം is equal to നം മോഡുലസ് 10. അപ്പോൾ 49 ഡിവൈഡഡ് ബൈ 10 4 ആയി. അപ്പൊ പുതിയ വാല്യൂ നമ്മിന്റെ പുതിയ വാല്യൂ 4 ആണ്. 4 ഗ്രേറ്റർ ദാൻ 0. യെസ്, 4 മോഡുലസ് 10 is equal to 4. അപ്പൊ ഡിയിലുള്ള വാല്യൂ 4 ആണ്, 1 അല്ല. അതുകൊണ്ട് അത് പ്രിന്റ് ചെയ്യുന്നില്ല. 4 ഡിവൈഡഡ് ബൈ 10 becomes 0. Num became 0. So next iteration, 0 greater than 0, false. Condition is evaluated to false. So control goes out of the while loop. നമ്മൾ രണ്ടാമത്തെ ഇറ്ററേഷനിൽ when I is equal to 1, നമ്മൾ ഈ നമ്പറിൽ എവിടെയെങ്കിലും 1 ഉണ്ടോ എന്ന് നോക്കി. ഒറ്റ പ്രാവശ്യം മാത്രമേ നമ്മൾ 1 കണ്ടുള്ളൂ. അപ്പൊ നമ്മളിവിടെ 1 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഐയുടെ അടുത്ത ഇറ്ററേഷന് പോകുന്നു. ഐയുടെ നെക്സ്റ്റ് വാല്യൂ 2 ആകും. നമ്മിലേക്ക് നം 0 ആയി പോയിട്ടുണ്ടായിരുന്നു ഇവിടെ, ഇല്ലേ? നം 0 ആയി പോയതുകൊണ്ട് വീണ്ടും എന്നിലത്തെ വാല്യൂ ആയിട്ടുള്ള 4971 നമ്മിലേക്ക് അസൈൻ ചെയ്തു. അപ്പൊ പുതിയ വാല്യൂ 4971 ആണ്. ഈ വാല്യൂ വെച്ചിട്ട് ഇതിലെ ഓരോ ഡിജിറ്റുകളും എക്സ്ട്രാക്ട് ചെയ്തിട്ട് 2 ഉണ്ടോ എന്ന് നോക്കും. ഈ നമ്പറിനകത്ത് 2 വരുന്നില്ല, അതുകൊണ്ട് പ്രിന്റ് ചെയ്യില്ല. ഐയുടെ അടുത്ത വാല്യൂ 3 ആണ്. അപ്പൊ നമ്മൾ ഈ നമ്പറിൽ 3 ഉണ്ടോ എന്ന് നോക്കുന്നു. 3 ഇല്ല, പ്രിന്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വാല്യൂ ഓഫ് ഐ എസ് 4. ഈ നമ്പറിൽ 4 വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. അപ്പൊ ഈ നമ്പറിലെ ഫസ്റ്റ് ഡിജിറ്റ് എത്തുമ്പോൾ, അതായത് വൈൽ ലൂപ്പിന്റെ ലാസ്റ്റ് ഐട്രേഷനിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഡിജിറ്റ് 4 ആണ്. അപ്പൊ 4 ഇവിടെ പ്രിന്റഡ് ആവും. വീണ്ടും ഐ ലൂപ്പിന്റെ നെക്സ്റ്റ് ഐട്രേഷനിൽ നമ്മൾ 5 ഉണ്ടോ എന്ന് നോക്കും. ഈ നമ്പറിൽ 5 ഇല്ല, ഡിജിറ്റ് 5 ഇല്ല. ദെൻ 6 ഇല്ല, 7 ഇല്ല, 8 ഇല്ല. അപ്പൊ ഐ ലൂപ്പിന്റെ ലാസ്റ്റ് ഐട്രേഷൻ 9 വെച്ചിട്ടാണ്. ഈ നമ്പറിൽ എവിടെയെങ്കിലും 9 ഉണ്ടോ? 9 ഒരു പ്രാവശ്യം കണ്ടു. 9 പ്രിന്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ 7, ഐയുടെ വാല്യൂ 7 ആയിരിക്കുമ്പോൾ 7 വരുന്നുണ്ട്. 7 പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം 8 ഉണ്ടോ എന്ന് നോക്കി. 8 ഇല്ല. 9 ഉണ്ടോ എന്ന് നോക്കി. ഐയുടെ നെക്സ്റ്റ് വാല്യൂ 9 ആണ്. 9 ഉണ്ടോ എന്ന് നോക്കി. ഉണ്ട്. 9 പ്രിന്റ് ചെയ്തു. അപ്പൊ നോക്കൂ, ഇന്നർ ലൂപ്പിലെ സ്റ്റേറ്റ്മെന്റ്സ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തു? ഔട്ടർ ലൂപ്പ് ഇൻഡെക്സ് വേരിയബിൾ 0 മുതൽ 9 വരെയുള്ള വാല്യൂസ് എടുത്തു. അപ്പൊ ഔട്ടർ ലൂപ്പ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു? 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകൾ. ഔട്ടർ ലൂപ്പ് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകൾ എടുത്തപ്പോൾ 10 ഡിജിറ്റ്സ് ആണ്. അപ്പൊ ഐയുടെ വാല്യൂ 0 മുതൽ 9 വരെ വാരി ചെയ്തു. അപ്പൊ ഔട്ടർ ലൂപ്പ് 10 ടൈംസ് ഐട്രേറ്റ് ചെയ്തു. ഔട്ടർ ലൂപ്പിന്റെ ഓരോ വാല്യൂവിലും ഐ 0 ആയിരുന്നപ്പോ ഇന്നർ ലൂപ്പ് എൻട്രി ചെയ്തിരിക്കുന്ന നമ്പറിലെ ഓരോ ഡിജിറ്റും എക്സ്ട്രാക്ട് ചെയ്തു. എൻട്രി ചെയ്തിരിക്കുന്ന നമ്പറിൽ 4 ഡിജിറ്റ് ആണുള്ളത്. അപ്പോൾ 4 ഡിജിറ്റുകളും എക്സ്ട്രാക്ട് ചെയ്തു. അപ്പൊ ഇന്നർ ലൂപ്പ് ഐയുടെ വാല്യൂ 0 ആയിരുന്നപ്പോൾ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. 4 പ്രാവശ്യം.
ഇന്നർ ലൂപ്പ് റിപ്പീറ്റഡ് 4 ടൈംസ്. ഇന്നർ ലൂപ്പ് ഫോർ ഈച്ച് വാല്യൂ ഓഫ് ദ ഐ, ഐയുടെ ഓരോ വാല്യൂവിനും ഇന്നർ ലൂപ്പ് 4 ടൈംസ് റിപ്പീറ്റ് ചെയ്തു. ഫോർ ഈച്ച് വാല്യൂ ഓഫ് ഐ. ഇന്നർ ലൂപ്പ് റിപ്പീറ്റഡ് 4 ടൈംസ്. അപ്പോൾ ഇന്നർ ലൂപ്പിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ്, ബോഡി സ്റ്റേറ്റ്മെന്റ്സ് ടോട്ടൽ എത്ര പ്രാവശ്യം ഐറ്ററേറ്റ് ചെയ്തു, ഇന്നർ ലൂപ്പ് മൊത്തം എത്ര പ്രാവശ്യം ഐറ്ററേറ്റ് ചെയ്തു. അപ്പൊ 10 ടൈംസ് ഔട്ടർ ലൂപ്പ് റിപ്പീറ്റ് ചെയ്തു. ഓരോ വാല്യൂവിനും, ഔട്ടർ ലൂപ്പിന്റെ ഓരോ വാല്യൂവിനും ഇന്നർ ലൂപ്പ് 4 ടൈംസ് റിപ്പീറ്റ് ചെയ്തു. അപ്പൊ 10 into 4 40 ടൈംസ് ഇന്നർ ലൂപ്പ് റിപ്പീറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ഒരു നമ്പറിലെ ഡിജിറ്റുകളെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.